ഫോട്ടോയാണോ അതേ വീഡിയോ? വീഡിയോ. ഇപ്പോൾ നമ്മൾ എയർ ടെസ്റ്റ് ചെയ്യാണ്. ഇതിനകത്ത് എയർ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നുണ്ടല്ലോ. എല്ലാവർക്കും നമസ്കാരം. കേരള മെഷീൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെഷീൻ നിങ്ങളെ കാണിക്കാനായിട്ടാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ പിന്നിൽ കാണുന്നതൊക്കെ ഏലത്തോട്ടമാണ്. അപ്പോൾ ഏലത്തോട്ടം ഏലക്കയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മെഷീനറി. കാര്യം എന്ന് പറഞ്ഞാൽ ഏലക്ക പ്രോസസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇടുക്കിയിൽ ഒരുപാട് ഡ്രയർ യൂണിറ്റുകളുണ്ട്. അവിടെ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ തീ കത്തിച്ചിട്ടുള്ള തടി കത്തിച്ചിട്ടുള്ള ഡ്രയറാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിനിവിടെ കുറേയൊക്കെ പരിമിതികളുണ്ട്. കാര്യം ഇതിവിടെ ബഫർ സോണാണ്. മരങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ഒരുപാട് അങ്ങനെ വെട്ടാനും പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പരിമിതികളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു 3 സ്റ്റാർ അഗ്രോ മെഷീനറി ഒരു ഡീഹൈഡ്രേറ്റർ ഡ്രയർ വെച്ചിട്ടുണ്ട്. ഏലക്കയുടെ ഒരു ഡ്രയർ, അതായത് ഹൈബ്രിഡ് ആണ് ഈ ഡ്രയർ. അതായത് നമുക്ക് ഇതിനകത്ത് ഇലക്ട്രിക്കലിൽ ഓടിക്കാം, പിന്നെ ഗ്യാസിൽ ഓടിക്കാം, പിന്നെ ബോയിലർ സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഒരുപാട് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മുടെ 3 സ്റ്റാർ അഗ്രോ മെഷീനറി ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഉടുമ്പൻചോലയിലാണ്. ഇടുക്കി ഉടുമ്പൻചോല നമ്മുടെ മണിയാശാൻ്റെ നാട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ പുതിയ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന് കാണാം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അത്യുഗ്രൻ പെർഫോമൻസ് ആയിട്ടുള്ളൊരു മെഷീനാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കളർ ഒട്ടും ഫെയ്ഡ് ആവത്തില്ല. അതിൻ്റെ ഒരു സൈക്കിൾ സിസ്റ്റമാണ്. കാര്യം എന്ന് പറയുക ഒരു 8 സൈക്കിളായിട്ടാണ് ഈ ഒരു ഹീറ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം ഇതിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കളറോ മറ്റു കാര്യങ്ങളോ ഒന്നും ഫേഡാകത്തില്ല. പിന്നെ 3 സ്റ്റാർ നിർമ്മിക്കുന്ന എല്ലാ മെഷീനറിക്കും നമുക്ക് എല്ലാവിധ സബ്സിഡികളും അവൈലബിൾ ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ സബ്സിഡികളും, PMEGP, PMFME അങ്ങനെയുള്ള എല്ലാ സബ്സിഡികളും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഈ സബ്സിഡിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തൊട്ട് താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തേക്കാം. ഇതിനു മുമ്പ് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഇൻഡസ്ട്രിയൽ ഓഫീസർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒട്ടുമിക്ക സബ്സിഡിയെക്കുറിച്ചുള്ള എല്ലാ ഡൗട്ടുകളും നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവരുടെ എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മെഷീനറി ഒന്ന് കാണാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇന്നലെ നമ്മുടെ ഏലം ലോഡ് ചെയ്തതാണ്. ആ ലോഡ് ചെയ്യുന്ന കാഴ്ചകളിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് ഏലക്ക ഏകദേശം ഉണങ്ങി ഒതുങ്ങിയിട്ടുണ്ട്. നല്ല കളറും കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഇവിടം വരെയാണ് അതിൻ്റെ ഫുൾ ലോഡ് നമ്മൾ ചെയ്തിരുന്നത്. നല്ല ലോഡായിരുന്നു. ഇതാണ് നമ്മുടെ മെഷീനറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ പൂജയൊക്കെ ചെയ്താണ് ഈ കാണുന്നത്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫുള്ള് PLC ബേസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഫുള്ള് നമ്മുടെ കൺട്രോൾ പാനലാണ്. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ 3 സ്റ്റാറിൻ്റെ ലോഗോ ഉണ്ട്. കണ്ടില്ല, 3 സ്റ്റാർ ആണ് ഇതിൻ്റെ ഫുള്ള് പ്രോഗ്രാം ചെയ്തിരിക്കുന്നതൊക്കെ കാര്യങ്ങൾ. നമുക്കിപ്പോൾ ഓരോ സൈക്കിൾ വെച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാം. ഫസ്റ്റ് സൈക്കിൾ, സെക്കൻഡ് സൈക്കിൾ, അങ്ങനെ ഓരോ സൈക്കിൾ നമുക്ക് കൺട്രോൾ ചെയ്യാം. എത്ര ഡിഗ്രി വേണം, എത്ര ടെമ്പറേച്ചർ വേണം, അങ്ങനെയുള്ള സെറ്റ് സംഭവം നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ 65-ലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 64.6 ആയിട്ടുണ്ട്. ഇപ്പോൾ കട്ട് ഓഫ് ആവും ഇപ്പോൾ തന്നെ. അങ്ങനെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ. അപ്പം തീ കത്തിക്കേണ്ട ഒന്നും വേണ്ട. നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗ്യാസിൻ്റെ എല്ലാ സിസ്റ്റങ്ങളും വർക്ക് ചെയ്യും. അപ്പം ഇതിപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റലേഷൻ നടന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. 500 കിലോ കപ്പാസിറ്റിയാണ് ഈ ഒരു മെഷീന് വരുന്നത്. 500 കിലോ ആണ്. ഇതിൽ 1000 കിലോയിൽ 250 കിലോ, അങ്ങനെ എത്ര കിലോ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എല്ലാ സ്ഥിതിയും ഇപ്പോൾ കട്ട് ഓഫ് ആയതാണ് ആ സൗണ്ട് കേട്ടത്. കട്ട് ഓഫ് ആവും. ഒരു ടെമ്പറേച്ചർ അനുസരിച്ച് കട്ട് ഓഫ് ആയി ഓണായി നിൽക്കും. ഇപ്പോൾ നമ്മൾ എയർ ടെസ്റ്റ് ചെയ്യാണ്. ഇതിനകത്ത് എയർ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ കിട്ടുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നുണ്ടല്ലോ. പേപ്പർ ഇങ്ങനെ എയറിൽ ഇങ്ങനെ നടക്കും. എയർ പാസ് ചെയ്തെടുത്ത് നിലത്ത് നിൽക്കും. ഇപ്പോൾ ഈ മെഷീൻ ഓടിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഫുള്ളി ഓട്ടോമാറ്റിക്കിലാണ് ഓടിക്കുന്നത്. കാര്യം ഈ ഒരു സൈഡിലേക്ക് ഇട്ടാൽ ഓട്ടോമാറ്റിക്, ഈ തിരിച്ചിങ്ങോട്ടിട്ടാൽ മാനുവൽ ആകും.
അപ്പോൾ ഇത് ബോയിലർ, നമ്മുടെ നമ്മുടെ ബ്ലോവർ വർക്ക് ചെയ്യാനുള്ളതും, പിന്നെ ഒന്ന് നമ്മുടെ കോയിൽ സിസ്റ്റം വർക്ക് ചെയ്യാനുള്ളതും, പിന്നെ നമ്മുടെ ഇതിൻ്റെ ബോയിലർ സിസ്റ്റം, അതായത് ഗ്യാസിൻ്റെ ഇഗ്നേഷൻ സിസ്റ്റം, ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്ന ഗ്യാസിൻ്റെ ഇഗ്നേഷൻ സിസ്റ്റമാണ്. അതുപോലെ ഗ്യാസിനകത്ത് തീർന്നു പോലെ ഗ്യാസ് കത്തായിരുന്നു ഈ അലാറം അടിക്കുകയും ചെയ്യും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിന് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനകത്ത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റമാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മണിക്കൂറും 7 മിനിറ്റും ആയിട്ടുണ്ട്, 8 മിനിറ്റും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കങ്ങനെ ഔട്ട്പുട്ടൊക്കെ എടുത്തു. നമ്മുടെ ഈ ഇടതുവശം കാണുന്നതാണ് നമുക്ക് ഇതിനിവിടെ നേരത്തെ ഉണക്കിക്കൊണ്ടിരുന്ന മെഷീനിൽ നിന്ന് കിട്ടിയ ഔട്ട്പുട്ടാണ് നമുക്ക് ഈ ഇടത് കയ്യിലുള്ളത്. ഈ വലത് കയ്യിലുള്ളതാണ് നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഹൈബ്രിഡ് ഡീഹൈഡ്രേറ്ററിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് അതിൻ്റെ ആ ക്വാളിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാം. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.